രാത്രിയിലെ പണിയെല്ലാം കഴിഞ്ഞ് വെറുതെ ഇരിക്കേണ്ട നേരത്താണ് അഖിൽ ചേട്ടൻ വിളിച്ച് പറയുന്നത് വനിതാ സംഘത്തിൻ്റെ ചിന്തിൻ്റെ അരങ്ങേറ്റം ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ വേഗം റെഡിയായി കിഴക്കമ്പലത്ത് വെച്ചിട്ടാണ് പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നു. അമ്പലത്തിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്സ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുന്നത്. നല്ല അടിപൊളി പരിപാടി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ആൻസിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആൻസിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ആൻസി പറയുന്നത് ആൻസിയുടെ അപ്പം കുറച്ച് ബീഫ് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ ബീഫിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പയും മേടിച്ചു. അപ്പോൾ കപ്പയും ബീഫും കൂട്ടി ഒന്ന് ചെറിയ കറി പോലെ വെച്ച് ഒരു ബ്രെഡും കൂട്ടി കഴിക്കാമെന്നൊക്കെ കരുതി ഞങ്ങൾ ഉള്ളി പൊളിക്കാൻ കേട്ടോ. ഉള്ളി പൊളിക്കുന്ന സമയത്ത് അഞ്ജുവിൻ്റെ കണ്ണാണെങ്കിൽ ഭയങ്കര എരിച്ചില്ല. അങ്ങനെ കണ്ണും പൊത്തിയിരിക്കുകയാണ്, ഒന്നും അറിയാത്ത പോലെ കേട്ടോ. അങ്ങനെ ഉള്ളിയെല്ലാം നന്നാക്കി കറിയെല്ലാം റെഡിയായി. കറി വെച്ചത് ആൻസിയാണ്, പറയാതിരിക്കുക ഒരു രക്ഷയില്ല. നല്ല കിടുക്കാച്ചി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നല്ല കപ്പയും ഇറച്ചിയും ബീഫും എല്ലാം കൂടി കൂട്ടി ബ്രെഡും കൂട്ടി നല്ല രീതിക്ക് തട്ടി. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് സഹകരണം ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് ചാനലിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇതുവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക്